ഇനി ഒരാൾക്ക് കൂടി എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. ആർക്ക്? ഹലോ, ആ ഞാനിപ്പോ ബസ്സിലാ. ഒരു മേന കേട്ടോ, 7 രൂപ. നമ്മുടെ വല്യമ്മയെ കണ്ടില്ലല്ലോ. അവരെന്തോ വയ്യാണ്ട് കിടക്കാന്ന് അറിഞ്ഞത്. എന്തു പറ്റി? വയറ്റിലെന്തോ മുഴയോ മറ്റോന്നാ പറഞ്ഞത്. കുറച്ച് കുഴപ്പാന്ന് തോന്നണേ. ചേട്ടാ ഒരു പള്ളി നോക്ക്. ഇറ്റ്സ് വൈറൽ. നാട്ടിലുള്ള എത്ര ഫ്രണ്ട്സാ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയോ? തനിക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടോ ഇത്ര ഗട്സ്? കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. തനിക്കിപ്പോ ഭയങ്കര സപ്പോർട്ടാ. അച്ഛന്റെ റിയാക്ഷൻ ആയിരുന്നു ഒന്ന് കാണേണ്ടത്. അമ്മ തന്നെയാണോ എന്നറിയാൻ 2-3 പ്രാവശ്യം വീഡിയോ കണ്ടു നോക്കി. എന്നിട്ട് അച്ഛനെവിടെ? ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ടഫ് ജോബാ അമ്മ. ചില ദിവസമൊക്കെ ഒത്തിരി ലേറ്റ് ആവും. എന്നാൽ എന്തിനമ്മ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ മാറ്റുന്നത്? അത് അവിടെയുള്ള എന്ത് രസായിരുന്നു. ഓ, ഇനി ഇതാര് നോക്കാനാ? കൊതുകും പിടിച്ച് സ്ഥലവും മെനക്കെടുത്തി. അതും ഈ 4, 3, 7 പച്ചക്കറിക്ക് വേണ്ടി. മറ്റന്നാൾ ആള് വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോക്കോളൂ. ഇവിടെ ഫുഡാ അമ്മ എന്റെ മെയിൻ പ്രോബ്ലം. പുറത്തുനിന്ന് കഴിച്ച മതിയായി. ചിലപ്പോ എനിക്ക് കരച്ചില് വരും. കുറച്ച് ചോറും കറിയുമ്പോഴൊന്ന് പാഴ്സൽ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. പാഴ്സലല്ല, ഞാൻ വരും അങ്ങോട്ട്. ഉറപ്പായിട്ടും വരും. എന്നാ ഞാൻ നാളെ വരാം അമ്മ. ഒരുപാട് ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം. ജോബ് ബുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ലവ് യു ഉമ്മ. ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു. ആ, നമ്മുടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക്. അവർക്ക് ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടവും വേണം. അവര് എന്ന ജീവിയാ. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ഒക്കെ പുറത്തുനിന്നാ. ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം. അയ്യോ വേണ്ട. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. മോള് വാ. ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ, അതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടുവേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട. പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനുമല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം. എല്ലാ ദിവസവും തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം? എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എന്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ.
കേറി വാ. അവരോട് പണി നിർത്താൻ പറ മോളെ. ഏ അവരോടത് മാറ്റരുതെന്ന് പറ. ഈ സാധനങ്ങൾ കിട്ടിയാ കേമാക്കാം. சார் அந்த நிருபம் மேடம் வந்திருக்காங்க. வர சொல்லு. மேடம் ப்ளீஸ். ബാ. ഐ ആം സീതാറാം അയ്യർ. അയ്യോ എനിക്കറിയാം സർ. സാറിന്റെ കടയിൽ നിന്നാ ഞങ്ങള് ഫംഗ്ഷൻസിന് സാരിയൊക്കെ വാങ്ങുന്നത്. എന്റെ വൈഫ് രുക്മിണി, പുതിയടം രാമൻ നമ്പൂതിരി. പ്ലീസ്. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. നമ്മളെ പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണ. ഇന്നലെ നിരുപമ മാധവമ്മയ്ക്ക് കൊടുത്ത വെജിറ്റബിൾസ് അതവർ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ചിലപ്പോ പറഞ്ഞു കാണും. ആൻഡ് ഐ ഷുഡ് സേ, കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ ഇത്ര ശുദ്ധമായിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ കഴിച്ചിട്ടേയില്ല. നമ്പൂരിയെ പറ്റി നിരുപമ കേട്ടിട്ടുണ്ടോന്നറിയില്ല. സദ്യ എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിയുടെ സദ്യ. അതിന് കേരളത്തിൽ ഇദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് നിരുപമയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. സോ ലെറ്റ് മീ കം ടു ദി പോയിന്റ്. ഞങ്ങൾക്ക് നിരുപമയുടെ വെജിറ്റബിൾസ് വേണം. ഐ മീൻ, ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങാൻ തയ്യാറാണ്, നിരുപമ പറയുന്ന വിലയ്ക്ക്. അയ്യോ സാർ, ഞങ്ങൾക്ക് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ സാറി പറയുന്നത്? സാറിനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ വേണമെന്നല്ല, 4 മാസം കഴിഞ്ഞ്. ഇഫ് യു ആർ ഓക്കെ, നാളെ തന്നെ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരാം. അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. പെർഫെക്റ്റ്. 2000 പേർക്കുള്ള വെജിറ്റബിൾസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. എത്ര? 2000. 2000. മകളുടെ മാരേജ് റിസപ്ഷന് വേണ്ടിയാ. 6th of June എന്ന് പറയുമ്പോ ഇനി കൃത്യം 4 മാസം. നിങ്ങളുടെ ഒരേക്കർ ഫാമിനെ പറ്റി മാധ്യമ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. ദാ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തലേസം തന്നെ എത്തിച്ചോളോ. നിങ്ങളുടെ ഫാമിലി എന്താ ഇല്ലാച്ച അത് നേരത്തെ തന്നെ ഒന്ന് അറിയിച്ചു വെച്ചേക്കാം. അങ്ങനെയുള്ളത് വേറെടുത്തും തരപ്പെടുത്താലോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നോ പെസ്റ്റിസൈഡ്സ്, നോ എൻഡോസൾഫാൻ. സദ്യക്ക് ക്യാൻസർ വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ മാധവിയമ്മയ്ക്ക് കൊടുത്ത പോലെ 100% ശുദ്ധമായത്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് വെരി ആംഗ്രി. തക്കാളി കണ്ടപ്പോ തന്നെ പരാഗണം കൃത്യാന്ന് ബോധ്യായി. എന്താ അങ്ങനെയല്ലാന്നുണ്ടോ? പച്ചക്കറികൾ പലതും തഴച്ചങ്ങട് വളരാത്തത് പരാഗണം കൃത്യമല്ലാത്തോണ്ട് തന്നെയാ. എന്തേ? സോ ജസ്റ്റ് ഗോ ത്രൂ ദി ലിസ്റ്റ്. നാളെ രാവിലെ തന്നെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പക്ക യെസ് കിട്ടിയിട്ട് വേണം വേറൊരു പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ.